സാറ്റിസ്ഫൈഡ് ആണോ? കുഴപ്പമില്ല. 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 ഇല്ല കുഴപ്പമില്ല. കുഴപ്പമില്ല, അത്യാവശ്യം. നമ്മുടെ അങ്കമാലി ഡയറീസ് പോലെ വേറൊരു. ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ കുറേ പേര് ചോദിച്ചായിരുന്നു കടകൻ സിനിമയുടെ റിവ്യൂ എവിടെയെന്ന്. ഇന്നലെ കൊല്ലം സിറ്റിയിൽ ഒരു തിയേറ്ററിലും ഈ സിനിമ റിലീസില്ലായിരുന്നു. ഇന്ന് സെക്കൻഡ് ഈ സിനിമ റിലീസിന് വന്നിരിക്കുകയാണ്. അപ്പോൾ കടകൻ കണ്ടിറങ്ങിയ പ്രേക്ഷകരോട് റിവ്യൂ എങ്ങനെയെന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ റിവ്യൂലേക്ക് പോകും. കുഴപ്പമില്ല, അത്യാവശ്യം. കണ്ട് ശീലിച്ച കുറേ റിപ്പീറ്റിംഗ് ഉണ്ട്. കുഴപ്പമില്ല. പുതിയ നാളെ കണ്ട് ശീലിച്ച തന്നെ ഉണ്ടായിട്ടുള്ളൊരു വീണ്ടും പഴയ ഒരു പാറ്റേൺ, പഴയ ഇടിയൊക്കെ തന്നെ. അത്ര തന്നെ, വേറെ വെറൈറ്റി ഒന്നുമില്ല. കഥയും പഴയ കഥ പുതിയ ലോജിക് ഉണ്ട്, അല്ലാതെ വലിയൊരു ഇമ്പ്രസ്സായിട്ട് തോന്നിയില്ല. കുഴപ്പമില്ല. ഹക്കീം ഷാനുണ്ട്. പുള്ളി ഒരു നല്ലൊരു പുള്ളി മാസൊക്കെ ചേരുന്നുണ്ടോ? ചേരുന്നുണ്ട്. കാണാലോ, ആവറേജ് മൂവി. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടം തന്നെ. മാസ് ഫൈറ്റ് ഉണ്ട്. കടകൻ മെയിനായിട്ട് ഹക്കീം ഷായുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. നല്ല പെർഫോമൻസാണ്. മ്യൂസിക് കൊള്ളാം. ഓക്കെ, സ്റ്റോറി ആണോ ഫൈറ്റ് ആണോ കൂടുതൽ ഇരിക്കുന്നത്? സ്റ്റോറി ആയിട്ട് അങ്ങനെ ഒരു ഇതായിട്ടില്ല, ഫൈറ്റ് ആയിട്ട്. കുഴപ്പമില്ല. കണ്ടോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ എക്സ്ട്രാ ഒന്നുമില്ല. നമ്മൾ കണ്ടുപടുത്ത കഥയാണോ, പുതിയ വല്ല കഥ പാറ്റേണും അല്ലാതാണ്? നമ്മുടെ അങ്കമാലി ഡയറീസ് പോലെ വേറൊരു. കുഴപ്പമില്ല. സംഭവം ടോട്ടലി എങ്ങനെയാണ്? ഇടിയാണോ അതോ കഥയാണ്? അങ്ങനെയാണ് വരുന്നത് സംഭവം? അല്ല, മൊത്തത്തിൽ ഒരു ഇടിയുള്ള ഒരു പടമാണ്. സ്റ്റോറിയൊക്കെ ഉണ്ടോ? സ്റ്റോറി കുഴപ്പമില്ല. ഹക്കീം ഷാ നായൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. കൊള്ളാം. നല്ല ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ടോ? അല്ല, നോർമൽ. കുഴപ്പമില്ല, നല്ല പടമാണ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധനം ഉണ്ടല്ലോ. നല്ല പടമാണ്. ഇടിയൊക്കെ എങ്ങനെയുണ്ട്? പവർഫുൾ ആയിരുന്നു? നല്ല പവർഫുൾ പടമാണ്. ഇടിയാണോ മാസാണോ? അങ്ങനെയുണ്ട് ടോട്ടൽ മാസ് പടമാണ്. കഥയൊക്കെ ഇഷ്ടപ്പെട്ടോ? കഥയെല്ലാം നല്ല കുഴപ്പമില്ല, നല്ല പടമാണ്. മുൻപ് കണ്ടതിൽ പടമായിട്ട് സാമ്യം ഉണ്ടെന്നോ ലാഗ് വല്ലതും അടിച്ചോ? അങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല കുഴപ്പമില്ല. വെറൈറ്റി പടം തന്നെ. ഓക്കെ, താങ്ക് യു. സാറ്റിസ്ഫൈഡ് ആണോ? കുഴപ്പമില്ല. എങ്ങനെയാണ്? ലാഗുകളുണ്ടോ സിനിമയ്ക്കകത്ത്? ഇല്ല, ഇന്റർവെല് വരെ ചെറിയൊരു ലാഗുണ്ട്. ഇന്റർവെല് കഴിയുമ്പോൾ പിന്നെ പ്രോബ്ലം ഇല്ല. അടിപൊളിയാണ് സംഭവം. ഇത്ര നല്ലൊരു സിനിമകളടക്കി അത്യാവശ്യം പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ടോ? കുഴപ്പമില്ല. അടിയാണോ കഥയാണോ കൂടുതൽ സിനിമയ്ക്ക് ധരിക്കുന്നത്? ഇച്ചിരി ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. ഫൈറ്റ് ആണ്. നോർമൽ ആവറേജ് മൂവി ആണോ? ആവറേജ്. ഇടിയാണോ ഫുള്ള്? ഹൊററുണ്ട്, അത്യാവശ്യം ഉണ്ട്. സ്റ്റണ്ടുണ്ട്. നായകൻ തന്നെ ജയിക്കുന്നു. ഓക്കെ, സ്ഥിരമുള്ള പോലെ അത്രേ ഉള്ളൂ. നായകന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ട്? ഒരു മുൻധാരയിൽ വരാൻ ചാൻസ് ഉണ്ടോ? പുള്ളി ഒരു എക്സ്പീരിയൻസ് ആൻഡ് പോലെ തോന്നി. പുള്ളിക്ക് ആദ്യത്തെ പകർച്ചകളൊന്നുമില്ല. മാസൊക്കെ ചേരുന്നുണ്ടോ? അത്യാവശ്യം മാസൊക്കെ കയറുന്നുണ്ട്. സകലമാരും ഒന്നിനൊന്ന് സിങ്കാണ്. കണ്ടപ്പോൾ അങ്ങനെ ഉണ്ട് എക്സ്പീരിയൻസ്? അടിപൊളിയാണ്. പുള്ളിയുടെ മുൻപ് ഏതൊക്കെ വെച്ച ക്യാരക്ടർ വെച്ചുള്ള ഒരു ക്യാരക്ടറാണോ അതോ വെറൈറ്റി ഉള്ള ഒരു ക്യാരക്ടർ പിടിച്ചേക്കാണ്? പുള്ളി ഒരു കുഴപ്പമില്ല. ഹായ് ഫ്രണ്ട്സ്, സിനിമ കണ്ടെല്ലാം ഒരു ആവറേജ് എക്സ്പീരിയൻസ്, ഒരു അത്യാവശ്യം ഫൈറ്റ് ആക്കിയുള്ള ഒരു നല്ലൊരു മൂവി എന്നാണ് കടകനെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾ കടകൻ കണ്ടവരാണെങ്കിൽ കടകനെ പറ്റിയുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ വന്നിരിക്കും. ബൈ.